Hello everyone, this is Shweta. My name is Inder and welcome to our channel. It's time for Tanya Vartan. Let's watch it. Let's watch it. ബാലേട്ടന് എന്നെ ഓർമ്മയില്ല. ബാലേട്ടന് ഭയങ്കര ചേഞ്ച് ഉണ്ട്. പിന്നെ നാട്ടിലെല്ലാവർക്കും സുഖം, വിശേഷമൊന്നുമില്ല. എന്നെ കാണാൻ തന്നെ വന്നോ അതോ എവിടെയെങ്കിലും പോകും വഴി ഒന്ന് കയറിയതോ? അല്ല, രഘുവിനെ കാണാൻ തന്നെ വന്നോ? എവിടെ ഭ്രാന്തന്മാരല്ലാതെ ഒരാളെ ഇങ്ങോട്ട് വരാറില്ല. പേരിന്റെ പിന്നിലൊരു DP വന്നതാ പ്രശ്നം. ഭ്രാന്തിന് മാത്രമേ ചികിത്സിക്കാൻ അറിയുന്ന ജനങ്ങളെ വിചാരം. നാട്ടിൽ നിന്ന് ഒരിക്കലും ഇങ്ങോട്ട് വരാറില്ല. എന്നെ കാണാനാണെന്ന് പറഞ്ഞാൽ നാട്ടുകാർ വിചാരിക്കും ഭ്രാന്താണെന്ന്. ഒറ്റയ്ക്കിരിക്കാനുള്ള ബോഡിയുണ്ട്. 1 മാസമായി ഓഫർ ഇട്ടാറില്ല. ഇന്ന് ഓഫ് ബാക്കി ചെയ്യാം. ഒന്ന് വിളിച്ചു വന്നട്ടെ. ഇപ്പൊ എനിക്കുണ്ട് സംശയം. ബാലറ്റ് നോർമൽ അല്ല. സത്യത്തിൽ ആരാ നോർമൽ? നമ്മൾ ഒഴിയുന്ന എല്ലാം ശരിയാവുന്ന എനിക്ക് തോന്നുന്നു. ഒരു കൺസൾട്ടേഷൻ വേണ്ടത് എന്നെ പോലുള്ള ഒരു സൈക്കാട്രിസ്റ്റുമായിട്ടല്ല, ഒരു സൈക്കോളജിസ്റ്റുമായിട്ടാണ്. ഏതായാലും ബാലറ്റിനെ കുറിച്ച് സുഖമുണ്ട്. ഞാൻ ആരോടെങ്കിലും കൺസൾട്ട് ചെയ്തോ? ഇവിടെ ആവുമ്പോ എനിക്ക് പറ്റിയാലോ. മരുന്നും ഗുളിയോണ്ടും മാറുമെന്ന് എനിക്ക് തോന്നാനില്ല. നിനക്കെങ്കിലും ഇത്തിരി വിവരവും വാദത്തിലും ഉണ്ടാവുന്ന ഞാൻ കരുതി. ഈ ചെലവാക്കളോട് കാതിൽ കുറച്ച് എണ്ണ വാങ്ങിച്ച് തിരിവെച്ച അതിനുള്ള ഗുണം ഉണ്ടാവും. നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് പോകാവോ? ഇതിനെല്ലാന്ന് വെച്ചാ ഞാൻ പറഞ്ഞ കുറ്റ അനുഭവിച്ച് നോക്കിക്കോ. 3 ചങ്ങലെ കൂട്ടിയത് കണ്ടോടാ. 4ാമത്തേത് കൂടി കാണിക്കല്ലേ എന്റെ ദേവിന്. ആരില്ല. ഗോപിനാഥം വന്നിട്ട് എങ്ങനെ ബാലന് പണം വല്ലതും എത്തിക്കണമാവോ? ഡോക്ടർ രഘുവരൻ നമ്മുടെ അമ്പാന്റെ കുട്ടികൃഷ്ണനായുടെ നടുവിലത്തെ കുട്ടിയാത്രേ. സ്കൂളിൽ പഠിക്കുമ്പോ ഗോപിയുടെ കുട്ടി ഇവിടെ വന്ന ഓർമ്മയുണ്ട്. ഞാൻ ഇറങ്ങുക. അങ്ങാടിയിലുണ്ടെങ്കിൽ ഗോപിയെ കാണാൻ നോക്കാം. ഇന്ദിര അവള് വല്ലാണ്ട് വിഷമിക്കുന്നുണ്ടാവില്ലേ? മുറിയും ഇറങ്ങുന്നേ ഇല്ല അവള്. ഹരിക്കുട്ടന്റെ ചോദ്യങ്ങളാ സഹിക്കാൻ പറ്റത്തെ. പ്രാർത്ഥിക്കാൻ പറ. ദേവിയോട് ദയകാട്ടാതിരിക്കില്ല. അമ്മേ രക്ഷിക്കണേ. ഭാരം വന്നോ? ഇല്ല. ദാമോദരന്റെ അവനിപ്പോ കാറിലൊക്കെ നടത്താം. ഏത് കാറിൽ വന്നാൽ എന്താ? എളിഞ്ഞിക്കുള്ള രാമകുട്ടിയുടെ മോനെ ഇവിടെ എല്ലാവർക്കും അറിയാം. മുത്തശ്ശിക്കൊന്നും വിടാനിരിക്കാവോ? ഇങ്ങനെയുണ്ടോ അസൂയ? അസൂയോ? പണ്ടൊക്കെ ഇതിന്റെ അച്ഛനെ ചെരുപ്പിട്ടി പരിപ്പടിക്കകത്ത് കാലുകൊത്തില്ല. കള്ളനാ. പാട്ടം കണക്കിന് തൂക്കില്ല. എപ്പോ വന്നാലും കണ്ണീരും കഴിയും. വെള്ളമുണങ്ങി വെള്ളം പറ്റി. അച്ഛന്റെ കൂടെ മോനും ഉണ്ടാവും. നീർക്കോലി പോലെ ഒരു ചെക്കൻ. എപ്പോ വന്നാലും അടുക്കളപ്പുറത്തുനിന്ന് പോകില്ല. എത്ര കൊടുത്താലും ദാരിദ്ര്യം തന്നെ. ഇന്ന് കാറ് കൊണ്ട് വന്നപ്പോഴേ മരത്തേം വിളിക്കാർ വിറക്കുന്ന അവന്റെ വിചാരം. ഈ പരമ്പരകളൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലേ, അതൊന്നും മറക്കാൻ പാടില്ല. മരത്തെമ്പിള്ളിന്ന് മാറ്റിയ അല്ലെങ്കിൽ എനിക്ക് ആമോട് ഈ പഠിക്കകത്ത് കാല് കുത്തുവോ? അമ്മയും പറഞ്ഞതാ ശാപം കിട്ടി തറവാടാണ് ഈ ബന്ധം വേണ്ടത്. കേട്ടില്ല? ഇപ്പൊ എന്തായി? ബാല്യത്തിന് ഒന്നുമില്ല. എല്ലാം വെറുതെ പറയുന്നതാ. നാട്ടുകാർ പറയുന്നത് മുഴുവൻ വെറുതെയാ. ഇപ്പൊ ഭ്രാന്താശുപത്രിയിലെ ഡോക്ടർ ചികിത്സിക്കുന്നത് വെറുതെയാ. Not treating yet. നീ കുട്ടികൾ എന്നോടൊപ്പം പോരണം. ഇല്ല, ഞാൻ വരില്ല. വരാതെ പറ്റില്ല. നിന്നീ കുട്ടികളെ കൊണ്ടേ പോവും. ബാല്യത്തിന് എവിടെ ഉണ്ടോ അവിടെയാണ് ഞാൻ. വിധി എന്തും ആയിക്കോട്ടെ, ഞാൻ സഹിച്ചോളാം. അങ്ങനെ നിന്നെ ഈ നരകത്തിൽ നിന്നോട്ടേ ഉള്ളൂ. ബാലനോടൊന്ന് ചോദിച്ചിട്ട് തലയ്ക്ക് തെളിവില്ലാത്ത ആളോട് എന്ത് ചോദിക്കണം? ദൈവമേ, എന്റെ മോളെ ജീവിതം നശിച്ചു. അവളുടെ കുട്ടികളുടെ ഭാവി എന്ത് നോക്കട്ടെ? എപ്പോ വന്നു? ഇത്ര നേരമായി. Come on, yaar. ഇന്ത്യയെ മക്കളെയും കൊണ്ടുപോകണം ഇല്ലേ? അതൊക്കെ എങ്ങനെ? കുട്ടികളുടെ ഭാവിയെങ്കിലും നമ്മൾ നോക്കട്ടെ. ഇവർക്കത് മനസ്സിലാവണില്ല. ഞാൻ പോകുന്നു വല്യമ്മ. മോളെ, കുറച്ച് ദിവസം നീ വീട്ടിൽ പോയി നിൽക്കുക.
ദിവസമായി നീ തീരിനാ തുടങ്ങിയിട്ട്. आधा काम तो इन्होंने करा ആശ്വാസം. അവനൊന്നും വരുത്തരുതെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അവൻ വരുമ്പോ നിന്നെ അറിയിക്കാം. മണിക്കുട്ടി വേഗം പോന്നിട്ടു. മുത്തശ്ശി കുറെ കഥകൾ ഓർത്ത് വെക്കെ. अब इससे पब्लिक और बात करेगी हाँ। पागल लोग इसलिए छोड़ के चली गई. വൈകാണ് രാധാന തുടങ്ങുന്നതിന് മുമ്പ് പുറപ്പെട്ടോളൂ. വരുമ്പോ മോളെ അറിയിക്കാം. ഏടത്തി പോവാണ്. ഏടത്തി അപ്പോയിന്റ്മെന്റ് ഗോപി ഉദ്യോഗസ്ഥ. This is bad यार. उसको कर बोल बोल के हो गया है. हुआ नहीं है. अभी तक He's नहीं just हुआ. reacting to it. Yeah. പോസ്റ്റിംഗ് എന്നാ പോകണ്ടേ? 2 ആഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യണം. നടക്കുകയാണെങ്കിൽ അതിന് മുമ്പ് നടക്കും. അടുത്ത ദിവസം വരെ വരാന്നാ പറഞ്ഞിരിക്കുന്നത്. ചെക്കന് ബന്ധുക്കളായിട്ട് ഒരമ്മ മാത്രമേ ഉള്ളൂ. അതും ഒരകന്ന ബന്ധം. ജോലി ബോംബെയിലാന്നാ പറഞ്ഞേ. പ്രായം ഇത്തിരി കൂടുതലാ. എല്ലാം ഒത്തുവരാൻ നോക്കിയാ അവർക്കും പ്രായം കൂടി വരില്ലേ. പിന്നെ കുടുംബത്തിന്റെ ദോഷവും. ബാലേട്ടനോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് പോരെ. വരട്ടെ. अरे रे रे रे. ഞാൻ ഒരു കാരണത്തിൽ ഇതും മുടങ്ങിപ്പോയാലോ? നാട്ടിലൊക്കെ പാട്ടാ. This is bad यार. Come on. അത് വേണ്ടേട്ട. അല്ലാണ്ട് എന്താ ചെയ്യാ? അവളിങ്ങനെ നിന്നാ മതിയോ? നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. പിന്നത്തെ കാര്യമില്ലേ, അത് വരുമ്പോലെ വരട്ടെ. ശരിയാണല്ലേ? ക്രൂരമാണ്. സുമിത്രയ്ക്ക് വേണ്ടിയല്ലേ? ബാലേട്ടനെ മനസ്സിലാവും. മുറികണക്കിന് ബന്ധമൊന്നും ഇല്ലാണ്ടിരിക്കുന്നതന്നെ അറിയാം അല്ലേ? നീ എന്തൊന്നും ഇല്ലാത്തത്? ഇനി ദേഷ്യം കെട്ടി നിന്ന് കൊടുക്കണമല്ലോ. എന്നിട്ട് എന്തെങ്കിലും ദോഷം പറഞ്ഞ് ആർക്കും ആരാവില്ലേ? ആർക്കും. അങ്ങനെ തോന്നുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? നീ ഒരു ഭാരമാണോ ഞങ്ങൾക്ക്? നോക്ക്, ഇത് നടക്കും. എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ കുട്ടി? ശാപം കെട്ടി ഈ തറവാട്ടിൽ. എനിക്ക് ഇങ്ങനെ രക്ഷപ്പെടാം. ഗോപിയേട്ടന് ഉദ്യോഗത്തിന്റെ പേരിൽ ദൂരെ നാട്ടിലേക്ക് രക്ഷപ്പെടാം. വലിയേട്ടനോ? ഇന്നും ജോലി എത്തി. ക്ലറിക്കൽ പോസ്റ്റാ LIC. ഓ, അപ്പോഴത്തെ ആഘോഷിക്കേണ്ട ദിവസമാണല്ലോ. എന്തുകൊണ്ടും കുട്ടികളുടെ ഒരു വിവരമില്ല. ഒരു വരി പോലും കുറിച്ചിട്ടില്ല. എല്ലാവർക്കും സുഖം. അത്രേ ഉള്ളൂ. പോരെ? അത്രയല്ലേ വേണ്ടു? പോരാ, എനിക്കത് പോരാ. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി രഘു പലതും ചെയ്യുന്നുണ്ട്. സിനിമ കാണിക്കുന്നു, ക്ലബിൽ കൊണ്ടുപോകുന്നു, ബീച്ചിൽ കൊണ്ടുപോകുന്നു. പക്ഷേ എനിക്കൊരു സുഖം തോന്നല്ല രഘു. എനിക്ക് ആരും പിരിഞ്ഞു നിൽക്കാൻ വയ്യ. എനിക്ക് പോവാം. പക്ഷേ വിരമേന്ന് കുറച്ച് എനിക്കുണ്ട്. മാസം 9,000 കൊണ്ടുപോയി 20 തിരിഞ്ഞോക്കി. ആയിക്കോട്ടെ. പാലകൊക്കെ കുട്ടി തന്നെ ആയിരിക്കും അല്ലേ അസലായിട്ടുള്ളത്. അപ്പോ ഈ ഒരു വരവിൽ പോക്കിന് വന്നു. എന്താ അത് പോരെ? ഇങ്ങക്ക് ഒരിക്കലും വല്ലതും വേണമെന്നുണ്ടോ? വേണമെന്നില്ല. ലീവില്ലേ? സദ്യയും ബഹളം ഒന്നും വേണ്ട. അതിനാളുമില്ല. പഞ്ചായമില്ലേ? പഞ്ചാംഗം
Oh, he's also here now. അയ്യോ ഇദ്ദേഹം ഇവിടെ അടുത്തുള്ള ഒരു 2 വീട് അപ്പുറത്താണ്. നമുക്ക് വേണ്ടപ്പെട്ടയാളാ. ഇവര് നമ്മുടെ സുമിത്രയ്ക്ക് ഒരാലോചനയുമായി വന്നവരാ. ഞങ്ങളതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ Look at his expression. ഇവിടെ അടുത്ത് എന്തെന്ന് പറയും. ഇവിടെ തെക്ക് 2 വീട് അപ്പുറം വാടക. സ്വന്തം നാട് കൊട്ടാലെ. നാട്ടിലേക്ക് പോകാൻ കഴിയും. കറക്റ്റ്. ഓക്കെ. this is bad yaar I feel bad for him. Like, why the old the- guy? The old guy is messing up everything. He's taking Yeah. all the decisions. He's making all the wrong decisions. Sending wife, it will like create public sochegi ki he's gone mad. This is my wife left, Like, and they haven't told him. Then of course he will get angry. yeah, come not on, doing he's this. the big brother. You guys Now have doing to, this, like you are saying, it's just a neighbor. Yeah, of course he will react to किसी it. को Then भी you will, बुरा लगेगा. then you will say he's going mad. Man, I this feel is bad. very You know, bad. that expression was changed all of sudden, like this, like when he was smiling, he came and all of sudden, oh shit. Sad face. Oh, Okay. I feel bad for him. Cool. We'll Cool. watch more, guys. So meanwhile, do like, subscribe, Share, comment, click on the bell icon.